ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, ഇന്ന് നമ്മളുടെ പാച്ചല്ലൂർ ശ്രീഭദ്രകാളി തൂക്കമുടിപ്പുര എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ നേർച്ച തൂക്കം 2026 ഭാഗമായി ഉത്സവം തുടങ്ങി. അപ്പോൾ അതിന് അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പാണ് ഇന്ന് നടക്കുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ പോകുന്നതാണ്. അത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ റോഡിലാണ്, പാച്ചല്ലൂർ പോണ അതിൻ്റെ എൻട്രൻസിൽ എത്താറായി. ഇതാണ് പാച്ചല്ലൂർ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. അതിലൂടെ നമ്മൾ താഴോട്ട് പോകുന്നുണ്ട്. നമ്മൾ പോയത് ഒരു 12:30 ഒക്കെ ആയ സമയത്താണ് നമ്മൾ ക്ഷേത്രത്തിലെത്തുന്നത്. ദേവി ഇറങ്ങുന്നത് 2:30ക്കും 2:30ക്കും ഇടയിലാണ് ദേവി ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഉടനെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നദാനം കഴിച്ചതിന് ശേഷം, ഇതിപ്പോൾ ക്ഷേത്രത്തിൽ റീൽസിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്കത് എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു. അത് റീൽസിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് ക്ഷേത്രത്തിലെ തിരുമുടി. ഇതാണ് പാച്ചല്ലൂരമ്മ പുറത്തെഴുന്നള്ളിപ്പ്. എഴുന്നള്ളി ഉണക്കപ്പന്തലിൽ അമ്മ ഇരുത്തിയതിന് ശേഷം കൊടിമര ഘോഷയാത്രയ്ക്ക് പോയി. കൊടിമരം കൊണ്ടുവന്നതിൻ്റെ ശേഷമുള്ള ഒരു കാഴ്ചയാണിത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് കണ്ടില്ലേ, കൊണ്ടുവന്നതിന് ശേഷമുള്ള കാഴ്ചയാണ്. അതാണ് അത്രയ്ക്ക് ആൾ കുറഞ്ഞതുപോലെ തോന്നുന്നത്. അതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ രാത്രി കളങ്കാവിൽ കാണാൻ പോകുന്നതാണ് കാണുന്നത്. കളങ്കാവിൽ കാണാൻ വേണ്ടി രാത്രി പോകുന്നതാണ്. ലൈറ്റും ഒക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ലൈറ്റൊക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ കയറി വണ്ടി വെച്ചിട്ടാണ് പോയത്. കാരണം തിരക്കായതുകൊണ്ട് ചിലപ്പോൾ വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ചേട്ടൻ്റെ പരിചയക്കാരൻ്റെ വീട്ടിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം ചേട്ടൻ അമ്മയുടെ കൂടെ ദേവിക്ക് പുഷ്പാഭിഷേകം ഉണ്ടല്ലോ, അതിന് വേണ്ടി ചേട്ടൻ പോയി. പിന്നെ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കളങ്കാവിൽ. അങ്ങനെ ലൈവൊക്കെ ഇട്ട് അതിനിടയിൽ കുറേ ചേച്ചിമാരും 2 കുട്ടികളൊക്കെ ചോദിച്ച്, ചേച്ചി യൂട്യൂബറാണോ എന്ന് ചോദിച്ച്. അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പോയവർ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് യൂട്യൂബിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ നിന്നിട്ടാണ് എനിക്ക് മറ്റുള്ളവർ അറിഞ്ഞത് ഞാൻ യൂട്യൂബിലുണ്ട് എന്ന്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എവിടെ പോയാലും ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ്റെ കൂട്ടുകാരും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ യൂട്യൂബിൽ ഉണ്ടല്ലോ, റീൽസ് ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പം കളങ്കാവിൽ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കമ്പക്കെട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ. ഈ തിരക്കും അല്ല, തൂക്കത്തിൻ്റെ തിരക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിനിടയിൽ മോക്ക് കളിപ്പാട്ടം വേണം, ഐസ്ക്രീം വേണമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ലൈവ്സൊക്കെ മുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടൻ ഓരോ ജോലിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അപ്പം കുറച്ചേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത ഓരോ ശനിയാഴ്ചയിലായിരിക്കും വീഡിയോ ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണും, അത് ഇടേണ്ട സാഹചര്യമായതുകൊണ്ട് ഇടുന്നതാണ്. അങ്ങനെ
ഇത് കളങ്കാവിൽ കഴിഞ്ഞിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ തിരിച്ച് പാച്ചല്ലൂർ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഇതാ ഈ ബെഞ്ച് കൊണ്ട് പോകുന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ.